അപ്പോൾ ഇന്നലത്തെ ബാക്കി ഞാൻ സ്റ്റോർ റൂം കഴിഞ്ഞ് നമ്മുടെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണത്തെ കബോർഡൊക്കെ ബോട്ടിലുകളൊക്കെ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ കുറച്ച് മുന്നേ വാങ്ങിയതാണ് കേട്ടോ. കുറച്ചായി, പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെറിയ കറകളൊക്കെ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ മാറ്റണം വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഏതായാലും റമദാൻ വരികയല്ലേ, ഇനി ഒന്നിച്ച് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ബോട്ടിലൊക്കെ ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. മാറ്റി കൊടുത്തിട്ട് പുതിയത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് കുറച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില നേരത്തെ നമുക്ക് കരുതുമ്പോൾ അങ്ങോട്ട് മേടിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മളെ കയ്യിൽ അങ്ങനെ പൈസ ഒക്കെ സെറ്റായി വരികയെന്നനുസരിച്ചിട്ട് അപ്പം മേടിച്ച് വെക്കുക. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു സാധനത്തിന് പൂതിണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാതിരിക്കുക കേട്ടോ. നമുക്ക് സാവകാശം അല്ലെങ്കിൽ നമ്മൾ മുന്നേ എപ്പോഴെങ്കിലും ഇങ്ങനെ വാങ്ങി വെക്കുക. അല്ലാതെ ഒന്നിച്ച് നമ്മൾ സാധനങ്ങൾ എടുക്കണേക്കാട്ടി നല്ലത് അങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ ആയിട്ട് മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നത്. അങ്ങനെ ഈ കബോർഡിൻ്റെ മേലത്തെ ബോട്ടിലും പാത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് തുടച്ച് വെച്ചിരുന്നു കേട്ടോ. ഇനി ഇത് മാത്രമേ ഉള്ളൂ തുടക്കാൻ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഇതിൻ്റെ കിച്ചൻ്റെ ആദ്യത്തെ അടുപ്പൊക്കെ ഈ അടുക്കളയിൽ നിന്ന് കേട്ടോ. അതൊക്കെ ഞാൻ പൊളിച്ച് മാറ്റിയിട്ടാണ് അവിടെ സ്റ്റവ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ മുന്നേ വീഡിയോയിലൊക്കെ എടുത്തിരുന്നു കേട്ടോ. അടുപ്പുണ്ടായിരുന്ന അന്നത്തെ വീഡിയോസൊക്കെ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഞാനവിടെ സ്റ്റവ് വെച്ചിട്ട് അവിടെയാണ് കേട്ടോ ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കൽ. വർക്ക് ഏരിയയിൽ അങ്ങനെ അധികം ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വീഡിയോ എടുക്കാനോ അങ്ങനെ പ്രത്യേകിച്ചോ അല്ലെങ്കിൽ തിരക്ക് കുറേ ആളുണ്ടാകുമ്പോഴോ അപ്പോൾ ഞാൻ ഉള്ളിൽ അങ്ങനെ ഉണ്ടാക്കലാണ് ചെയ്യൽ. അപ്പോൾ ആ കബോർഡും അവിടുത്തെ ഗ്ലാസ് വെക്കുന്ന ഏരിയയൊക്കെ നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷാൾ ഇട്ടിട്ടുള്ള പരിപാടി നമുക്ക് പറ്റണേ ഇല്ല കേട്ടോ. ഷാൾ ഇടൂല എന്നല്ല, നമ്മൾ ഇങ്ങനെ ഷാൾ ഈ രീതിക്ക് തലയിൽ ഇടലില്ല കേട്ടോ. നമ്മളവിടെ ചുറ്റി കെട്ടി അങ്ങോട്ട് വെക്കലാണ്. എന്നാൽ പിന്നെ അത് അഴിഞ്ഞു പോകില്ലല്ലോ. അങ്ങനെ കേട്ടോ ചെയ്യില്ല. അപ്പോൾ ഈ ഷാൾ കൊണ്ടില്ല പരിപാടി ആയതുകൊണ്ട് ഷാൾ അങ്ങോട്ടിട്ടും ഇങ്ങോട്ടിട്ടും ഒരു എന്താ പറയുക, ഒരു സുഖമില്ലാത്ത പരിപാടി ചെയ്യുന്നു കേട്ടോ. അങ്ങനെ പണിയെടുക്കുമ്പോൾ ഈ ഷാൾ തലയിലിട്ടിട്ട് നമ്മൾ സാധാ വാരി കെട്ടി എടുക്കണ മാതിരിയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നോളും. പക്ഷേ ഈ ഷാളും കൊണ്ടുള്ള പരിപാടി ചെയ്യുന്നു കേട്ടോ കൂടുതലായിട്ടും ഈ നനച്ചുള്ളിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ചിമ്മിനിൻ്റെ മുകളിൽ ഇവിടെ ഞാൻ ചിമ്മിനിക്കൂടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മാറാല തട്ടാണ്. അവിടെ കത്തിക്കാത്തതുകൊണ്ട് വല്ലാതെ മാറാലിൻ്റെയും പൊടിയും അങ്ങനത്തതൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. ഏതായാലും ലാസ്റ്റ് ഫൈനലിലേക്ക് കിടക്കല്ലേ. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ചങ്ങോട്ട് വെള്ളം കൊണ്ടില്ല കുറച്ച് കഴുകലുണ്ട് കേട്ടോ പുറം ഭാഗങ്ങൾ. അതും കൂടി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മളെ നനച്ചുള്ളിയൊക്കെ സൂപ്പറായി, നമ്മളെ വീടൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആ പാത്രങ്ങളും അതും ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ആ ടൈലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ടൈലൊക്കെ ഒന്ന് തുടച്ച് എടുക്കുകയാണ്. ടൈൽസൊക്കെ നല്ലോണം തുടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൈൽസും തന്നെ നല്ലോണം പൊടിയൊക്കെ പോയിട്ട് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് കിച്ചണിൽ നല്ലത് ടൈൽസ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഏരിയയിൽ അപ്പോൾ അത് വൃത്തിയായി കിട്ടാൻ ഈ ടൈൽസ് തന്നെ ആയിരിക്കും നല്ലത് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പുറത്ത് വന്നിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ എന്താ പറയുക മതിൽമ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെയിൽ തട്ടിയിട്ട് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കുറേ ഉപയോഗിക്കാതെ ഇങ്ങനെ വെക്കുന്ന പാത്രങ്ങളല്ലേ, എപ്പോഴും ഇങ്ങനെ എടുക്കാത്ത പാത്രങ്ങളല്ലേ. അപ്പോൾ അത് നല്ലോണം വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനിങ്ങനെ ഒരു കുത്ത് വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വെയിൽ തട്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ കഴുകലും കിച്ചണത്തെ കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വെയിലൊക്കെ കുറച്ചിങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാനും മക്കളും പാടെ പാത്രങ്ങളൊക്കെ കൊടുന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് ഒരുപാട് നേരം വെയിലട്ടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കൊടുന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മക്കളും പാടെ അതൊക്കെ കൊടുന്നിട്ട് കിച്ചണിലേക്ക് തന്നെ കൊണ്ടുവെക്കാം കേട്ടോ. പിന്നെ ഇനി അത് റാക്കുമ്മക്ക് വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബോട്ടിലുകളുണ്ട്, അതും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് സെറ്റാക്കി കൊടുത്താൽ കിച്ചൻ്റെ പണിയും അങ്ങനെ കഴിയും. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ റാക്കുമ്മലൊക്കെ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ബോട്ടിലുകൾ തുറന്ന് നോക്കട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിച്ചിരുന്നു കേട്ടോ മുന്നേ. കാരണം ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണോ ഒക്കെ നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആയിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ടും അപ്പോൾ ഞാനന്ന് തുറന്ന് വെച്ചിരുന്നു, എടുത്തിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ റംസാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബോട്ടിൽ തുറന്ന് നോക്കിയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കണ്ട പോലെ തന്നെ അതേ കളറും ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് അറിയില്ല, നല്ല അടിപൊളി തന്നെയാണ്. ഇങ്ങനെ നമ്മളത് നല്ലോണം പ്രസ് ചെയ്ത് നോക്കിയപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലാതെ നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ 24 ബോട്ടിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വലുത്, പിന്നെ ചെറുത്, പിന്നെ അതിനേക്കാൾ ഏറ്റവും ചെറിയൊരു സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ചെറിയ സൈസൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നാൾ മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാത്തിലും ഇങ്ങനെ സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ എന്താ പറയുക ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അങ്ങനെ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് വാങ്ങി നോക്കുക. കാരണം പ്രൈസിനനുസരിച്ച് നല്ല ക്വാളിറ്റി ഉള്ളതും ആ പ്രൈസിനനുസരിച്ച് നല്ല ലാഭത്തിലുമാണ് എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ അതൊക്കെ കഴുകി നല്ലോണം തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മേടിച്ച കടല, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലേക്ക്
ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മക്കൾക്കും തന്നെ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്രില്ലായിട്ട്, അപ്പോൾ അവരും തന്നെ ഞങ്ങൾ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അവരും സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോന്നും പൊട്ടിച്ചിട്ട് ഒക്കെ ഫില്ലാക്കി അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ബോട്ടിലേക്ക് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ടോ. പിന്നെ അടപ്പ് ഇട്ട് കൊടുക്കലും സ്പൂൺ ഇട്ട് കൊടുക്കലും ഒക്കെ മക്കൾ തന്നെ ഉണ്ടോ ചെയ്തത്. അവർക്കും തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ത്രില്ലാണ്. നമ്മളെല്ലാത്തിനും കൂടെ കൂട്ടിയിട്ട് അവരും തന്നെ കൂടെ കൂട്ടി നിർത്തണം കേട്ടോ. എന്നാലാണ് അവർക്കും എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. എപ്പോഴും ഇങ്ങനെ കുട്ടികൾ അവരൊന്നിക്കും നമ്മളെ പണിക്കൊന്നും കൂട്ടാതിരുന്നാൽ അവർക്കും എല്ലാത്തിനും ഇങ്ങനെ മടിയിരിക്കും. അങ്ങനെ അതൊക്കെ അവരിങ്ങനെ സെറ്റാക്കി തന്നിട്ടുണ്ടോ. പിന്നെ ഞാനതൊക്കെ ഷോക്കേസിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി തന്നെ ചെയ്യുന്നു കേട്ടോ. കാണാനും ഒക്കെ നല്ല ഉഷാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മാറ്റം വരുത്തുമ്പോൾ പഴയ ബോട്ടിൽ കണ്ട് അതിൽ നിന്നൊരു മാറ്റം വരുത്തുമ്പോൾ നമുക്ക് എന്തായാലും നല്ല ഇഷ്ടം തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു പുതിയ സാധനങ്ങളെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഇഷ്ടം തോന്നും കേട്ടോ. പിന്നെ അതാ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ റാക്കും അവിടേക്ക് പാത്രങ്ങളൊക്കെ വെച്ചിട്ട് കിച്ചൻ്റെ എല്ലാ പണികളും തീർത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ നല്ല അടിപൊളിയായി ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഉൾവശത്തിൻ്റെ ഫുള്ള് പരിപാടിയും ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ പുറത്ത് കുറച്ച് കഴുകാനും കൂടി ഉണ്ട്. ഇൻഷാ അള്ളാ അതൊക്കെ നമുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്നിലിട്ട വീഡിയോസൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതിനെയും ഓക്കെ, താങ്ക്